ഈ വീഡിയോ വളരെ ക്വിക്കായിട്ടുള്ള ഒരു അനാലിസിസ് ബേസിസിൽ ഞാൻ എടുക്കുന്നതാണ്. സെൻകോം ഇന്ന് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെൻകോമിൽ നിന്നുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ തുടരെ അമേരിക്കയുടെ വാർഷിപ്പുകൾ, കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന വാർഷിപ്പുകളെ കുറിച്ചുള്ള, അതായത് എയർക്രാഫ്റ്റ് കരിയേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് 3ാമത്തെ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ്, അതായത് USS ജോർജ് H.W. ബുഷ് എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കരിയർ ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്ക വഴി, അത് ആഫ്രിക്കൻ റീജിയൻ മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും. അതിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഓൾറെഡി തന്നെ അബ്രഹാം ലിങ്കൻ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട്. രണ്ടാമത് USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു കപ്പലും അവിടെ ഉണ്ട്. USS അബ്രഹാം ലിങ്കൻ അതും ഒരു നിമിറ്റ്സ് ക്ലാസ് എയർക്രാഫ്റ്റ് കരിയറാണ്. അപ്പം അതായത് ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആർമിക്ക് തുല്യമായിട്ടുള്ള കപ്പലാണ്. അതാണ് നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇത് മൂന്നും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 200+ ഫൈറ്റർ ജെറ്റുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഒരു 15,000 പരം സോൾജേഴ്സ്, അമേരിക്കൻ സോൾജേഴ്സ് ഇതിൽ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ഡെസ്ട്രോയർ ഷിപ്പുകൾ, 31ഓളം ഡെസ്ട്രോയർ ഷിപ്പുകൾ അഥവാ സ്ട്രൈക്കർ ഷിപ്പ് എന്ന് വിളിക്കുന്ന എയർക്രാഫ്റ്റ് കരിയറിന് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന കപ്പലുകളും ഇതിനോടൊപ്പം ഉണ്ട്. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ഇറാനുമായിട്ടുള്ള ചർച്ച നീട്ടി ഇങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്. പലപ്പോഴായിട്ട് അമേരിക്ക ഇറാനിന് അവസരം കൊടുക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പോസിബിലിറ്റീസ് കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന പൊളിറ്റിക്കൽ റൈവൽറി അഥവാ ഈ റെവല്യൂഷണറി ഗാർഡ് എന്ന് വിളിക്കുന്ന തീവ്ര നിലപാടുള്ള IRGCയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് ഒരു നെഗോസിയേഷനിൽ ഏർപ്പെടുന്നതാണ് നല്ലത് എന്നുള്ളൊരു അവസരമാണ് ശരിക്കും അമേരിക്ക ഇറാനിന് കൊടുത്തത്. ഇറാൻ അതിനെ കുറച്ച് വില കുറച്ചാണ് കാണുന്നത്. ഇറാനാണെന്നുണ്ടെങ്കിൽ അവർ വലിയ ആൾക്കാരാണെന്നുള്ള നിലയിൽ അമേരിക്ക വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ടോപ്പ് ലെവലിലുള്ള ലീഡേഴ്സ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിലൊരു ഫോട്ടോ ഇന്ന് ഒരു മോണ്യുമെൻറ്റ്, ഒരു മോണ്യുമെൻ്റൽ ഇനോഗ്രേഷൻ സെറമണി, അതായത് ഈ മരണപ്പെട്ട ആൾക്കാരുടെ ഇമേജ് IRGCയുടെ വളരെ ഉന്നത നിലയിലുള്ള ലീഡേഴ്സിൻ്റെ ഫോട്ടോസ് എല്ലാം പതിപ്പിച്ച ഒരു മെമ്മറി ഫലകം ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്തായിരുന്നു ഇറാൻ്റെ ഉള്ളിൽ. അപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിൽ നിരവധി ലീഡേഴ്സിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിൽ മുജ്തബ ഖൊമേനിയുടെ ഫോട്ടോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവുമായിട്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി കൺഫേം ആയിട്ടുള്ള വാർത്ത കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അതോറിറ്റിയിൽ എനിക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് ഞാനത് കൂടുതലായിട്ട് കൺഫേം ചെയ്യുന്നില്ല. ചില വീഡിയോകളിൽ മുജ്തബ ഖൊമേനിയുടെ ഇമേജ് ഉള്ളതായിട്ടും ചില വീഡിയോസിൽ മുജ്തബ ഖൊമേനിയുടെ ഇമേജ് ഇല്ലാത്തതായിട്ടൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ആധികാരികമായിട്ടുള്ളൊരു വാർത്തയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം അത് കുറച്ച് ടൈം വേണം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് AI വീഡിയോകൾ നിരവധി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പലതരത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരു വാർത്ത നമ്മൾ അനലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഇനോഗ്രേഷൻ സെറമണി അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻ നിങ്ങൾക്ക് തരാം. ഇപ്പം ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ USS ജോർജ് H.W. ബുഷ് എന്ന് പറഞ്ഞ കപ്പൽ. ഇതൊരു പുതിയ കപ്പലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇതിനകത്തുള്ളത് F-35 ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ 2 F-35 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കപ്പലുകളാണ് അമേരിക്ക ഇപ്പം ഇറാനെതിരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഈ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ എക്സ്പെൻസസ് അല്ല. അപ്പോൾ ഈ 3ാമത്തെ ബാറ്റിൽ ഗ്രൂപ്പും കൂടി ഇപ്പോൾ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറാനെ ഒന്ന് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കണ്ടോ ഞങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാൻ കൊണ്ടുവന്ന സംഗതി അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഇറാൻ്റെ മേളിൽ പ്രഷർ ഇടുന്നെങ്കിൽ പുള്ളിക്കാരൻ ഉടനീളം ഞാൻ ആക്രമിക്കും, ഞങ്ങൾ ആക്രമണം തുടങ്ങും, ഞാൻ ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യും, നിങ്ങളെ സ്റ്റോൺ ഏജിലേക്ക് ഞാൻ തിരിച്ചയക്കും, ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ട്രംപ് പറയും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആക്രമിക്കില്ല. പക്ഷേ ഇവിടെ സൈലൻ്റായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, മിലിറ്ററി ട്രൂപ്പ് മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് എന്താണ്? അമേരിക്കയുടെ ടെലിഫോൺ എപ്പോഴും ഓപ്പണാണ്, ഇറാൻ വേണമെങ്കിൽ ഏത് നേരത്തെ വേണമെങ്കിലും വിളിക്കാം, ഞങ്ങളടുത്ത് സംസാരിക്കാം, അവർക്ക് വേണ്ട രീതിയിൽ
ഒരു ബെറ്റർ ഓപ്ഷൻ അവർക്ക് വേണമെങ്കിൽ പ്രപ്പോസ് ചെയ്യാം എന്നുള്ള തരത്തിൽ വളരെ വിശാല മനസ്ഥിതിയോടുകൂടിയുള്ള പ്രസ്താവനകളാണ് ട്രംപ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം, മാക്സിമം ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ ഇറാനിന് മേളിൽ വീണ്ടും ആക്രമണം തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 3 കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കൊണ്ട് ഇവിടെ നിർത്തിവെച്ചിരിക്കുന്നത് വെറുതെ അല്ല, അത്ര ചെലവുണ്ട്. അതായത് ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് മൂവ് ചെയ്യാൻ മില്യൺ കണക്കിൽ ഡോളേഴ്സിൻ്റെ ചിലവുണ്ട്. ലക്ഷക്കണക്കിൽ ഡോളർ ചിലവാക്കിക്കൊണ്ട് കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കളിക്കുക എന്നുള്ളതല്ല സെൻകോമിൻ്റെ പരിപാടി. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ വളരെ കൃത്യമായിട്ട് ഇതൊരു ആക്രമണത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുവരെയുള്ള അമേരിക്കയുടെ മുന്നോട്ട് പോക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ USS ജെറാഡ് ആർ ഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു കപ്പൽ ഏതാണ്ട് 300 ദിവസമായിട്ട് ഈ പരിസരത്ത് തുടരുകയാണ്, 300 ഡേയ്സ് ആയിട്ട്. അതുപോലെ USS അബ്രഹാം ലിങ്കൻ 6 മാസത്തിലധികമായി ഈ പരിസരത്ത് വന്നിട്ട്, ഇറാനെ ഫോക്കസ് ചെയ്ത് ഈ ഏരിയയിൽ വന്നിട്ട് 6 മാസത്തിലധികമായി. മൂന്നാമതൊരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കൂടി വന്നിരിക്കുകയാണ്. അപ്പം ഇത് വെറുതെ തമാശയ്ക്ക് കൊണ്ടുവരുന്നതല്ല. 1960 ശേഷം ഇത്രയും ലെങ്തി ആയിട്ടുള്ള ബാറ്റിൽ ഗ്രൂപ്പ് സ്റ്റാൻഡ് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1960 ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് മൂവ്മെൻ്റ് ആണ് ഇത്. അപ്പം ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് നടത്തുന്നത് വെറുതെ ഇറാൻ്റെ അടുത്ത് സംസാരിച്ച് ചിരിച്ചിട്ട് പോകാനല്ല. ഇതിൻ്റെ റൂട്ട് മാപ്പ് വളരെ വ്യക്തമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഉടനെ തന്നെ 4 ദിവസത്തിനകത്ത്, ചേട്ടൻ പറഞ്ഞല്ലോ 4 ദിവസത്തിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് എഴുതരുത്. ഇതൊരു അനാലിസിസ് ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനു മുമ്പ് അമേരിക്കയുടെ ബാറ്റിൽ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് മൂവ് ചെയ്തിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന വിലയിരുത്തലാണ്. അതിലുപരിയായിട്ട് ഈ യുദ്ധം നടക്കരുത് എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം ഓയിലിൻ്റെ പ്രൈസ് ഒരു $100 താഴെ ഓയിൽ പ്രൈസ് നിലനിൽക്കുന്നിടത്തോളം നമുക്ക് വലിയ പ്രശ്നമില്ല. 80-85 ആണെങ്കിൽ പോലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് സാഹചര്യം. അതായത് ഒരു $80 മുതൽ $100 പ്രൈസ് വേരിയൻസ് മാനേജ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഇന്ന് ഇന്ത്യക്കുണ്ട്. പക്ഷേ $100 മുകളിൽ പോകുന്നെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് USA തുടങ്ങിക്കഴിഞ്ഞാൽ, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറാൻ തീർച്ചയായിട്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓൾറെഡി അതിൻ്റെ ഇമ്പാക്റ്റ് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാണ്. ഇപ്പം ഇന്ന് തന്നെ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ UAE-യിലുണ്ട്. അതുപോലെ തന്നെ വെനിസുലയിൽ നിന്നും ആദ്യത്തെ ലോഡ് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞ ആഫ്രിക്കൻ റൂട്ട് വഴിയാണ്, ലോങ് ജേണിയാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അതേപോലെ ജപ്പാൻ ഏതാണ്ട് നിയർലി 10 മില്യൺ ബാരൽ ക്രൂഡുമായിട്ട് വെനിസുലയുടെ ഓയിൽ ജപ്പാനിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതായത് ഓയിൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെയും അതേപോലെ ഈ ബാബൽ മന്ദേബ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയും മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ബദൽ മാർഗങ്ങൾ ലോകം ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയും വൺ ഓഫ് ദ ലീഡിങ് ഓയിൽ സപ്ലയർ ആണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഇറാൻ നടത്താൻ പോകുന്ന അടുത്ത ഘട്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല ഇറാനിന്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് ബാബൽ മന്ദേബ് എന്ന് പറഞ്ഞ റെഡ് സീയുടെ റൂട്ട് തടയാൻ വേണ്ടിയിട്ട് ഇറാൻ 100% ശ്രമിക്കും. അത് രണ്ടും തടയുമ്പോൾ കുറച്ച് രാജ്യങ്ങൾ കൂടി അഫക്റ്റഡ് ആവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതെല്ലാം തന്നെ സ്റ്റെബിലൈസ്ഡ് ആവും. വീണ്ടും ഈ ഒരു പ്രാക്ടീസ് നോർമലൈസ് ചെയ്യപ്പെടും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ബാബൽ മന്ദേബ് ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാം, എങ്ങനെ നമുക്ക് ചരക്ക് ഗതാഗതം നടത്താം എന്നുള്ള തരത്തിലൊക്കെ ചിന്തിക്കും. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതെല്ലാം തന്നെ ടെമ്പററിയാണ്. ഒരു 20 ഡേയ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിയുമ്പോൾ ലോകം ഒരു പുതിയ ക്രമത്തിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം ഇനെവിറ്റബിൾ ആണെന്നാണ് പൊതുവിൽ വിലയിരുത്തൽ. ഏത്? ഇറാൻ അമേരിക്ക യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നെവിറ്റബിൾ ആണ് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണോ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇറാനിന് ഒരു ഓപ്ഷനുണ്ട്. ഇറാൻ കൃത്യമായിട്ട് അവർക്ക് വേണ്ട ഡീലുമായിട്ട് അമേരിക്ക അപ്രോച്ച് ചെയ്തിട്ട് അതൊരു പരിധിവരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം നടക്കാതിരിക്കാനുള്ള ബോൾ അത് ഇറാൻ്റെ കോർട്ടിലാണ്. ഇറാനാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇവിടെ അഗ്രസീവ് മോഡിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. ഇസ്രായേലും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് ബാറ്റിൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ റെഡി പൊസിഷനിൽ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ US-ൻ്റെ മിഡിൽ ഈസ്റ്റ് ബേസുകൾ, UAE, സൗദി അറേബ്യ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് ബേസുകളിലും കാര്യങ്ങളൊക്കെ റീബിൽഡ് ചെയ്തിട്ട് അവിടുത്തെ തകരാറിലായ റഡാറുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വീണ്ടും ട്രൂപ്സിനെ വിന്യസിച്ചിട്ടുണ്ട്, അമേരിക്കൻ ട്രൂപ്പുകളെ വിന്യസിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിൽ UAE, ഖത്തർ,
ബഹ്റൈൻ, ഇറാഖ്, സൗദി അറേബ്യ, ജോർദാൻ ഇത്രയും ബേസുകളിലും അതേപോലെ തന്നെ ഈ 3 കരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളും ഈ എയർക്രാഫ്റ്റ് കരിയർ ഇതിലെല്ലാം ചേർത്തിട്ടാണ് ഈ 15,000-ലധികം അമേരിക്കൻ സോൾജേഴ്സ് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. അതുപോലെ ഈ എയർക്രാഫ്റ്റ് കരിയറിൽ തുടരുന്ന കഴിഞ്ഞ 6 മാസമായിട്ടും 300 ദിവസങ്ങളായിട്ടൊക്കെ തുടരുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അവർ നിരന്തരം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ USS ജെറാൾഡ് ആർ ഫോർഡിലുള്ള സോൾജേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗ്രീസിൽ വെച്ചിട്ട് കഴിഞ്ഞ മാസം അവരുടെ സോളിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്രഹാം ലിങ്കൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 6 മാസമായി ഒരു ട്രൂപ്പ് അതിനകത്ത് തുടർന്നിട്ട് ആ ട്രൂപ്പിനെയും ഇപ്പം റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് SOP അനുസരിച്ച്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് അത് നിരന്തരം അവർ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏത് വിധേനയും അവർ ചെയ്തോളും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല റൂമറുകൾ, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അസുഖമാണ്, അങ്ങനെയുള്ള പല റൂമറുകളൊക്കെ വരും. ഇതൊക്കെ സൈക്കോളജിക്കൽ ആർഗ്യുമെന്റ്സ് ആണ്. യുദ്ധത്തിനിടയിൽ ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഓപ്പോസിറ്റിലുള്ള ആൾക്കാർ പലതരത്തിൽ അടിച്ചിറക്കും. അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് സൂചനകൾ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക ഇറ്റ്സ് റെഡി ഫോർ അനദർ ബാറ്റിൽ, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാരകമായ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമാബാദ് ടോക്ക് അസീം മുനീറിൻ്റെ മുഖത്ത് വല്ലാതെ വിഷമമായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ടോക്കിനെ കുറിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം വിജയകരമായിട്ട് പൂർത്തിയാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവരെ കൊണ്ട് നെഗോസിയേഷൻ നടത്തി 2 രാജ്യങ്ങൾക്കും ഇടയിൽ വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു സെൻട്രൽ പൊസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാൻ ആ സ്വഭാവമില്ല. ബേസിക്കലി പാകിസ്ഥാൻ അവർക്ക് വേണ്ടിയിട്ട് മുതലെടുപ്പ്, പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് എങ്ങനെ മുതലെടുപ്പ് നടത്താമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അസീം മുനീർ ആണെന്നുണ്ടെങ്കിൽ അസീം മുനീർ എങ്ങനെ ഷഹബാസ് ഷെരീഫിനെ മറികടന്നുകൊണ്ട് ഫേമസ് ആവാം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ അസീം മുനീർ ഒരു മത തീവ്രവാദിയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് എങ്ങനെയാണ് ഇറാനെ വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്കയോടൊപ്പം ആശയപരമായി നിൽക്കാൻ കഴിയും? ഇതൊക്കെ ചോദ്യങ്ങളാണ്. കാരണം അസീം മുനീർ ഇന്ത്യയെ തന്നെ നമ്മൾ വേറെ അവർ വേറെ, നമ്മളുടെ ആൻസസ്റ്റേഴ്സ്, അതായത് നമ്മളുടെ മുൻ തലമുറക്കാർ പാകിസ്ഥാൻ നമുക്ക് നിർമ്മിച്ചു തന്നത് നമ്മളുടെ മതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അസീം മുനീർ. ആ അസീം മുനീറാണ് ഇന്ന് മീഡിയേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇയാൾ നടത്തുന്ന ഒരു പ്രസ്ഥാനവും മുന്നോട്ട് പോവില്ല, അത് ഉറപ്പാണ്. മതം വിശ്വസിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് പാർഷ്യാലിറ്റി കാണിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനേ പറ്റൂ. അയാൾക്ക് നേരെ ചൊവ്വയുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഐഡിയോളജിക്ക് എതിരായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ നടത്തുന്ന ഒരു സംഗതികളും മുന്നോട്ട് പോവില്ല. അത് പ്രത്യേകിച്ച് മീഡിയേഷൻ നടക്കത്തേ ഇല്ല. എനിവേ ഇപ്പം ഒമാൻ അടുത്ത് രംഗത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും യുദ്ധം നടക്കാതിരിക്കട്ടെ, ഇറാൻ ഒരു ഡീലിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ജസ്റ്റ് പ്രതീക്ഷകൾ മാത്രമാണ്. പ്രാക്ടിക്കലി ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇപ്പം നിലവിൽ അമേരിക്കയുടെ മൂവ്മെൻറ്റ്സ്. മാക്സിമം 3 to 4 ഡേയ്സിൽ ഒരു തീരുമാനം അറിയാൻ പറ്റും. അങ്ങനെ ഇറാൻ തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റിൽ ഒരു നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.